ഇന്ന് അതാണ് പൈതൃകം എന്ന് പറയുന്നത്. പൈതൃകം പലരും നടത്തുന്നുണ്ട്. ഇന്നലെയും നടന്നിട്ടുണ്ട്, ഇന്നലെ മെഞ്ഞാന്നൊക്കെ നടന്നിട്ടുണ്ട്. എന്താണ് ഈ പൈതൃകം എന്ന് പറഞ്ഞാൽ അതിനെ സംബന്ധിച്ച് രണ്ട് വാക്ക് പറയൽ അനിവാര്യമായതുകൊണ്ട് അത് മാത്രമേ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കിയൊക്കെ നിങ്ങളിവിടെ കേട്ടിട്ടുണ്ടാകും, അതും കേട്ടിട്ടുണ്ടായിരിക്കും. എന്നാലും ഒന്ന് പറയുന്നത് നന്നായിരിക്കും, അവസരോചിതമായിരിക്കും. അങ്ങനെയാണല്ലോ. പാണക്കാട് മുറ്റത്ത് പൈതൃകം നടന്നു. അതിന് നമ്മൾ ഒറ്റവാക്കിൽ പറഞ്ഞാൽ അത് തിരിയാത്ത കുറെ ആൾക്കാരുണ്ട് പാണക്കാട്ട്. അത് തിരിയിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ അതായിരിക്കും ശരി. ആ പ്രസംഗം മുഴുവനും അങ്ങനെയാണ്. എന്റെ സ്നേഹിതൻ പൂക്കോട്ടൂർ പ്രസംഗിച്ചത് കുറെ ഞാൻ കേട്ടു ലൈവായി. അദ്ദേഹം പറഞ്ഞത് ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങൾ, അത് പാണക്കാട് കുടുംബത്തിൽപ്പെട്ടതല്ലെങ്കിലും ഒരു കെട്ടുബന്ധങ്ങളൊക്കെ ഉണ്ട്. മഹാനാണ്, അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട ആളാണെന്നാണ് ഞാൻ പ്രസംഗിക്കാറുള്ളത്. ബാപ്പയ്ക്ക് തങ്ങളെ സംബന്ധിച്ച് ഇവരവിടെ എത്തിയില്ല പറഞ്ഞിട്ട്. ബാപ്പയ്ക്ക് തങ്ങൾ അള്ളാഹുവിന്റെ ഔലിയ എന്ന് പറയാൻ കാരണം, അദ്ദേഹം ഞാൻ പട്ടിക്കാട് പഠിക്കുന്ന കാലത്ത് അതിന്റെ പ്രസിഡന്റാണ് അദ്ദേഹം. പൂക്കോയത്തങ്ങൾ സെക്രട്ടറിയാണ്. ശംസുലുലമയും കണ്ണിയത്ത് ഉസ്താദും കോട്ടുമൽ ഉസ്താദും ഒക്കെ ഉസ്താദന്മാരുമാണ്. അങ്ങനെ ഒരു നിറഞ്ഞ ഇസ്ലാമിന്റെ ഒരു ഉയർന്ന ചിഹ്നങ്ങൾ പ്രകാശങ്ങൾ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മളവിടെ പഠിച്ചത്. അത് ബാപ്പയ്ക്ക് തങ്ങൾ വന്നാല് യോഗം കൂടും, കമ്മിറ്റി യോഗം കൂടും. കമ്മിറ്റി യോഗം വളരെ ശക്തമായിട്ട് ബാപ്പയ്ക്ക് തങ്ങളും പൂക്കയത്തങ്ങളുള്ള യോഗം ആയതുകൊണ്ട് എല്ലാ മെമ്പർമാരും ഹാജരുണ്ടാവും, ഫുൾ കോറായിരിക്കും. അങ്ങനെ യോഗം എവിടെ എത്തിയാലും ബാങ്ക് പള്ളിയിൽ നിന്ന് കൊടുത്താൽ തങ്ങളോട്ട് ഇറങ്ങിപ്പോവും. തങ്ങൾ വാക്ക് ആ ജുംല പൂർത്തിയാക്കൂല, അവിടെ എണീറ്റ് പോകും. അപ്പൊ എല്ലാവരും ഇറങ്ങിപ്പോവും. നിസ്കാരം കഴിഞ്ഞ് വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വീണ്ടും തുടങ്ങും. ഇതാണ് സ്ഥിതി. ഇത് മൂപ്പരുടെ ശൈലിയാണ്. അങ്ങനെ ചിലപ്പോൾ നമ്മളെ കുട്ടികളെ വിളിച്ചു കൂട്ടിയിട്ട് അദ്ദേഹം ഉപദേശം തരാറുണ്ട്. ഒരു ദിവസം അദ്ദേഹം തന്ന ഉപദേശത്തിൽ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ജമാഅത്ത് നഷ്ടപ്പെട്ടിട്ടില്ല, നിസ്കാരം നഷ്ടപ്പെട്ടില്ല എന്നല്ല. ആർക്കത് പറയാൻ കഴിയ? ഏതെങ്കിലും മൊലിയാർക്ക് പറയാൻ കഴിയുന്ന? അതുകൊണ്ട് ഞാൻ അതൊക്കെ കേട്ട വാക്കുവിത്തങ്ങളെ ഞാൻ ഔലിയ വലിയ പല സ്ഥലത്തും പ്രസംഗിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട ആളാണ്. കാരണം അദ്ദേഹം ഒരു ആത്മീയ പാണക്കാട്ട് തങ്ങന്മാരുമായി ആത്മീയ മേഖലയിൽ മാത്രം സഞ്ചരിച്ച ആളല്ല. അദ്ദേഹം ബിസിനസ്സുകാരനായിരുന്നു, നല്ല ബിസിനസ്സുകാരനായിരുന്നു. അതിനു പുറമെ കേരള രാഷ്ട്രീയം മുഴുവനും അദ്ദേഹത്തിന്റെ 2 വിരലുകൾക്കിടയിലായിരുന്നു. ആരിവിടെ ഭരിക്കണം, മുഖ്യമന്ത്രി ആരാവണം, മറ്റു മന്ത്രി ആരാവണം, ലീഗിന് എത്ര മന്ത്രിമാർ വേണം എന്നൊക്കെ തീരുമാനിക്കുന്നത് അപ്പടി ഈ കേരളം അംഗീകരിച്ചു വന്ന ഒരു കാലഘട്ടമാണ്. എന്റെ സമപ്രായക്കാർക്കൊക്കെ അതറിയാം. ചെറുപ്പത്തിൽ ചെറിയ കുട്ടികൾക്ക് ഇപ്പൊ അത് അറിഞ്ഞോളുന്നുണ്ടാവില്ല. അങ്ങനെ പിന്നെ കോൺഗ്രസ്സുകാര് ലീഗുകാർ അവഗണിച്ചു. ആദ്യത്തെ കേരളം ഉണ്ടായതിനു ശേഷം ആദ്യത്തെ മന്ത്രിസഭ EMSന്റെ മന്ത്രിസഭയായിരുന്നു, കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയായിരുന്നു. അതിനെ പിന്നെ നെഹ്റു പിരിച്ചുവിട്ടു. വിമോചന സമരം കൊണ്ട് 2 കൊല്ലം ഭരിക്കാൻ കഴിഞ്ഞുള്ള 59-ൽ പിരിച്ചുവിട്ടു. പിന്നെ അതിന് പകരമായി കോലീപി ഉണ്ടായി. കോലീപി എന്ന് പറഞ്ഞാൽ കോൺഗ്രസും ലീഗും PSPയും കൂടിയിട്ടുണ്ടാക്കി. 3 പാർട്ടി കൂടിയിട്ട് തെരഞ്ഞെടുപ്പ് നേരിട്ടു. അവര് വിജയിച്ചു വന്നപ്പോൾ ലീഗിന് മന്ത്രിസഭ കൊടുത്തില്ല, മന്ത്രിസ്ഥാനം കൊടുത്തില്ല. കോൺഗ്രസ് അവഗണിച്ചു. കാരണം അതൊരു വർഗീയ പാർട്ടിയാണ്. അതിനങ്ങനെ കൊടുത്താൽ അത് കോൺഗ്രസിന് ചീത്തപ്പേരാണെന്നുള്ള നിലക്കാണ് അവരെ കണ്ടത്. കൊടുത്തില്ല. അങ്ങനെ പറഞ്ഞ് അവസാനം സ്പീക്കർ സ്ഥാനം കൊടുത്തു. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. ഏതാവട്ടെ, എന്നത് പറയുന്നത് വേറെ സംഗതിന്റെ മുഖവരായിട്ട് പറയാണ്. അങ്ങനെ സീരി സാഹിബിന് സ്പീക്കർ സ്ഥാനം കൊടുത്തു. കുറച്ച് കഴിഞ്ഞ മുമ്പ് വഫാത്തായി. അതിനുശേഷം CH മുഹമ്മദ് കോയ സാഹിബിനെ സ്പീക്കറാക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അപ്പൊ തൊപ്പി ഉരിയാക്കണം, എന്നാ സ്പീക്കറാകാൻ പറ്റുള്ളൂ, തൊപ്പി ഉരിച്ചാലേ ആക്കാൻ പറ്റുള്ളൂ എന്നാണ് കോൺഗ്രസ്. അങ്ങനെ ഏതായാലും തൊപ്പി ഉരിച്ചിട്ടെങ്കിലും ഇരിക്കട്ടെ ചെയ്തിട്ട് അങ്ങനെ കാര്യമായിരുന്നു. ഏതായാലും നീണ്ടുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താക്കി ഇറങ്ങിപ്പോരേണ്ടി വന്നു. അങ്ങനെ ഇറങ്ങിപ്പോന്നിട്ട് പിന്നീട് ആദ്യം കമ്മ്യൂണിസ്റ്റിനോട് ദേഷ്യം പിടിച്ചിട്ടാണ് ഈ മുന്നണി ഉണ്ടാക്കിയത്. പിന്നെ കോൺഗ്രസിനോട് ദേഷ്യമായി ലീഗിന്. പകരം വീട്ടണം.
അങ്ങനെയാണ് ഉണ്ടാക്കിയത്. സപ്തമുന്നണി ഉണ്ടാക്കിയത്. ഏഴ് കൂട്ടർ പാർട്ടി കൊണ്ട് EMSന്റെ നേതൃത്വത്തിൽ മന്ത്രിസഭ വന്നു. അന്ന് 2 മന്ത്രിമാരുണ്ടായി. CH കോൺഗ്രസിന്റെ മന്ത്രിസഭയിൽ ഒരു മന്ത്രിയും കൊടുത്തില്ല. EMS 2 മന്ത്രിമാർക്ക് കൊടുത്തു. CHനും കുരുക്കളും കൊടുത്തു. ഞാൻ പറയുന്നത് വെച്ചാല് ഇതിലൊക്കെ ചില അർത്ഥങ്ങളുണ്ട്, നിങ്ങൾ ഉൾക്കൊണ്ടാൽ മതി. അങ്ങനെ 2 മന്ത്രിമാരെ കൊടുത്തു. അങ്ങനെ മന്ത്രിയാവാൻ പറ്റും ലീഗിനെയും തെളിയിച്ചത് ആ കമ്മ്യൂണിസ്റ്റിന്റെ കൂട്ടുകെട്ടിന്റെ മന്ത്രിസഭയാണ്. അതുണ്ടായി. അതൊക്കെ ഞങ്ങൾ പോയിക്കോട്ടെ. ഞാനത് പറയുന്നത് ആ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തത് ബാപ്പയ്ക്ക് തങ്ങളാണ് നടത്തും. ചുരുക്കത്തിൽ EMS വരും തങ്ങളെ കാണാൻ പാണ്ഡ്യാലയില്, കൊയിലാണ്ടി, കോഴിക്കോട് പാണ്ഡ്യാലയില് അദ്ദേഹത്തിന് മലഞ്ചരക്ക് കച്ചവടങ്ങൾ ഉണ്ടായിരുന്നു. അവിടേക്ക് വരും. കരുണാകരൻ വരും, ആന്റണി വരും, എല്ലാവരും തങ്ങളെ തെരഞ്ഞു വരും. അങ്ങനത്തെ ഒരു കാലഘട്ടമായിരുന്നു. മൻ ഹാഫല്ലാഹ ഹാഫഹു കുല്ലു ഷൈഇന്നാണ്. ഒക്കെ നമ്മളിങ്ങനെ കാണുകയാണ് ബാപ്പയ്ക്ക് തങ്ങളുടെ വലുപ്പം. കോൺഗ്രസ് കമ്മ്യൂണിസം എന്നുള്ളതല്ല എൻ്റെ വിഷയം. ബാപ്പയ്ക്ക് തങ്ങളുടെ വലുപ്പറയലാണ്. അങ്ങനെ ആ കാലഘട്ടം മുഴുവനും പിന്നീട് ആ മന്ത്രിസഭ പൊളിച്ചിട്ട്, അതായത് കമ്മ്യൂണിസ്റ്റിന്റെ ഈ കൂട്ടുകെട്ടിന്റെ മന്ത്രിസഭ പൊളിച്ചതും ബാപ്പയ്ക്ക് തങ്ങൾ തന്നെ. എന്നിട്ട് ഒന്നുമല്ലാത്ത വലത് കമ്മ്യൂണിസ്റ്റിന്റെ അച്യുതമേനോൻ അന്ന് ഇയാൾ എവിടെ ആയിരുന്നു, MP ആയിരുന്നു. അദ്ദേഹത്തെ പിടിച്ചിട്ടുണ്ട് വന്നിട്ട് മുഖ്യമന്ത്രിയാക്കി. അയാൾ MLA ഒന്നും അല്ലാത്ത നിലയ്ക്ക് എന്നെ കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയാക്കിയിട്ട് മന്ത്രിസഭ ഉണ്ടാക്കി. ആ മന്ത്രിസഭന്റെ ബാക്കി തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നതിന്. വലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോയിന്നേ ഉള്ളൂ. അപ്പം അതൊക്കെ ഉണ്ടാക്കിയതും ചെയ്യുന്നതും കേരളം ഭരിക്കുന്നത് ബാപ്പയ്ക്ക് തങ്ങളാ. ഈ ചരിത്രമൊക്കെ അറിയണം. ബാപ്പയ്ക്ക് തങ്ങൾ അല്ലാണ്ട് വലിയാന്ന് പറഞ്ഞാൽ അതാണ്. ഒരു ദിവസം ഞങ്ങൾ പട്ടിക്കാട് ഇങ്ങനെ ഉച്ചക്ക് ചോറിന്റെ ഇന്റർവെല്ലിന്റെ സമയത്താ ചോറ് വെച്ചിങ്ങനെ നിൽക്കുമ്പോണ്ട് വലിയ പോലീസ് വാൻ ഇങ്ങനെ വരുന്നു. വലിയ പോലീസ് വാൻ, മലപ്പുറം DSPയും കൂട്ടരും ഒക്കെ വരുന്നത്. അപ്പൊ അന്ന് കോളേജിൽ കമ്മിറ്റി യോഗം ഉണ്ട്. ബാപ്പയ്ക്ക് തങ്ങൾ അവിടെ ഉണ്ട്. ബാപ്പയ്ക്ക് തങ്ങളെ കാണാൻ വരിക. എന്തിനാ സംഗതി? ബാപ്പയ്ക്ക് തങ്ങൾ ഒരു MLA അല്ല, മന്ത്രിയല്ല, ഒന്നുമല്ല. CH മുഹമ്മദ് സഖായ സാഹിബിനെ തലശ്ശേരി അവിടെ ആ മാരാറ്, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ മാരാറ്, അവിടുത്തെ ബാപ്പയ്ക്ക് തങ്ങൾ ഒരു MLA അല്ല, മന്ത്രിയല്ല, ഒന്നുമല്ല. CH മുഹമ്മദ് സഖായ സാഹിബിനെ തലശ്ശേരി അവിടെ ആ മാരാറ്, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ മാരാറ്, അവിടുത്തെ അദ്ദേഹം വിശ്രമിക്കുന്ന റൂമിൽ ചെന്ന് ആസിഡ് ബൾബ് എത്തുന്നു. ആ സംഭവത്തിന് എന്ത് നടപടി സ്വീകരിക്കണം എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പോലീസ് തെരഞ്ഞു വന്നതാണ്. അന്ന് ഈ ഫോൺ സൗകര്യമൊക്കെ വളരെ കുറവാണ്. ട്രങ്ക് ബുക്ക് ചെയ്തിട്ടൊക്കെ കാത്തിരുന്നിട്ട് അവസാനം ക്യാൻസലാക്കണത് ആ പരിപാടി. അപ്പം അവിടെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അവിടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ മുഖ്യമന്ത്രി ഒക്കെ ഉണ്ട്. പോലീസ് വന്നത് ബാപ്പയ്ക്ക് തങ്ങളെ തെരഞ്ഞു. അവിടെ എന്താ നടപടി സ്വീകരിക്കുന്നതെന്ന് ചോദിക്കാൻ. അപ്പൊ ചുരുക്കത്തിൽ ഈ കേരളം എങ്ങനെ പോകണം, ഭരിക്കണം എന്നൊക്കെ തീരുമാനിച്ചത് ബാപ്പയ്ക്ക് തങ്ങളായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ ബാപ്പയ്ക്ക് തങ്ങൾ അദ്ദേഹത്തിന് ജമാഅത്ത് നഷ്ടപ്പെട്ടില്ല എന്നാ പറയുന്നത്. ചിലപ്പം കാറിൽ EMS ഉണ്ടാവും, കരുണാകരൻ ഉണ്ടാവും. പാങ്ങ് കൊടുത്താൽ പള്ളിന്റെ മുമ്പിൽ നിർത്തും. ഓലയുടെ കാറിൽ ഇരുന്ന് പേപ്പർ വായിച്ചോണം, തങ്ങൾ നിസ്കരിക്കും. ഇങ്ങനെയുള്ള വലിയൊരു മനുഷ്യനായിരുന്നു. ദുനിയാവും ആഖിറും ഒരുമിച്ച് കൂടിയ ഒരു മനുഷ്യനായിരുന്നു. ഈ മനുഷ്യന്റെ മാതൃക അതാണ് നമ്മൾ പൈതൃകം എന്ന് പറയുന്നത്. ഒന്ന് അല്ലേ, പൈതൃകം എന്ന് പറഞ്ഞാൽ അതല്ലേ. ആ മനുഷ്യന്റെ എന്താണോ ജീവിതം ചിലത് പകർത്തണം. അദ്ദേഹം സമസ്തക്കാരനായിരുന്നു. പൂർണ്ണ സമസ്തക്കാരനായിരുന്നു. സമസ്ത എന്ത് തീരുമാനം EMS എന്ന് പറഞ്ഞ അല്ല, EMS നേരത്തെ കഴിഞ്ഞു. MES തലയിരിച്ചിട്ട് വായിക്കാം. MES എന്ന് പറഞ്ഞ ഒരു സംഘടന ഉണ്ടായിരുന്നു, ഇപ്പോഴുണ്ട്. ഡോക്ടർ വഫൂർ സാഹിബ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജിൽ വലിയ പ്രൊഫസറൊക്കെ ആയിരുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വലിയ ഉദ്യോഗസ്ഥന്മാർ, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ കൂടിയിട്ടാണ് സംഘടന. ആ സംഘടന ഉണ്ടാക്കിയത് MES എന്ന് പറഞ്ഞാൽ മുസ്ലിം എഡ്യൂക്കേഷണൽ സൊസൈറ്റിയാണ്. അത് മുസ്ലിങ്ങൾ വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്നു, അതുകൊണ്ട് അവർക്ക് ഉദ്യോഗങ്ങളിലൊന്നും കയറാൻ കഴിയുന്നില്ല, അവരെന്നും പിന്നോക്കമായി കഴിയുന്നു എന്നതുകൊണ്ട് അതിനു വേണ്ടി നികത്താൻ മുസ്ലിം പിന്നോക്കം നിൽക്കുന്ന മുസ്ലിങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകി ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു സംഘടനയാണ്. അതിന് എല്ലാ ആൾക്കാരും പിന്തുണ കൊടുത്തു. വേണ്ടതാണല്ലോ. മുസ്ലിം ലീഗും അതിന്റെ പിന്നിൽ പിന്തുണ കൊടുത്തു. സമസ്തയും മുജാഹിദും എല്ലാവരും പിന്തുണ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാക്കിയതാ. അതുണ്ടാക്കിയിട്ട് വളർന്ന് പന്തലിച്ച് പലയിടത്തും അതിന് സ്ഥാപനങ്ങളൊക്കെ സർക്കാർ കൊടുത്തു. അങ്ങനെ പിന്നെ എഞ്ചിനീയറിംഗ് കോളേജും മറ്റേ മെഡിക്കൽ കോളേജ് അടക്കെല്ലാം കൊടുത്തു. അങ്ങനെ അത് വളർന്ന് വലുതായി ആൾക്കാരുടെ ഇടയിൽ നീച്ചെടുക്കാനായി.
അപ്പോഴാണ് അവർക്ക് നേരത്തെ നമ്മൾ ഈ വാഫി ഒപ്പിയന്റ് പറഞ്ഞ മാതിരി ഇങ്ങനെ വഴി തെറ്റുന്നത് കണ്ടത്. വഴി അവർക്ക് ഈ മൂല്യന്മാരും തലകെട്ടും ഒക്കെ ഒരു പയഞ്ചനായി തോന്നി. അത് ഓരോ കൂടെ നടക്കാനൊന്നും പറ്റാത്ത ഒരവസ്ഥ. അവർക്കൊരു ജേർണൽ ഉണ്ടായിരുന്നു, അവരുടെ മാസിക MES ജേർണൽ എന്നതിൻ്റെ പേര്. അതിലൊരു നോവൽ വന്നു. മൊയ്തു പടിയത്ത് എന്ന് പറഞ്ഞ എഴുത്തുകാരൻ, അദ്ദേഹം ഒരു നോവൽ എഴുതി. ആ നോവലിന്റെ പ്രമേയം സ്വന്തം മക്കളിരിക്കെ പേരമക്കൾക്ക് സ്വത്തില്ല എന്ന് ഇസ്ലാമിന്റെ നിയമമുണ്ടല്ലോ. ഇസ്ലാമിന്റെ നിയമമുണ്ട്. ഇപ്പോ ഹൈദരാക്കക്ക് 2 മക്കളുണ്ട്, കമ്മുണ്ണി മൂസി. ഹൈദരാക്കക്ക് കമ്മുണ്ണി മൂസ 2 മക്കളുണ്ട്. പേര് ഞാനിപ്പോ ഉദാഹരണം പറയണം. അതുപോലെ 2 കഥാപാത്രങ്ങൾ വെച്ചിട്ടാണ് അയാൾ എഴുതിയത്. കമ്മുണ്ണിയാക്കാന്ന് പറഞ്ഞ മൂത്ത ആളാണ്. അയാൾക്ക് ഭയങ്കര പള്ളവേദന. അയാൾക്ക് കുട്ടികളുണ്ട്, കമ്മുണ്ണിയാക്ക് കുട്ടികളുമുണ്ട്. പക്ഷെ ഡോക്ടർമാർ പറഞ്ഞു പള്ളവേദനയ്ക്ക് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഓപ്പറേഷൻ പൂർണ്ണമായും സക്സസ് ആവും നമുക്ക് ധൈര്യമില്ല, ഡോക്ടർമാർ പറയുന്നു. അത് 75% പരാജയമായിരിക്കുന്ന ഡോക്ടർമാരുടെ റിപ്പോർട്ട്. എങ്കിലും അതല്ലാതെ വേറെ മാർഗവും ഇല്ല. നാളെ ഓപ്പറേഷനാണ്. ഞാൻ ആ നോവലിന്റെ കഥ പറയാം. നാളെ ഓപ്പറേഷൻ ആയാൽ ബാപ്പ മരിക്കും. കമ്മുണ്ണിയാക്കാന്റെ കുട്ടികൾ മനസ്സിലാക്കാണ് ബാപ്പ മരിക്കല്ലോ. ബാപ്പ മരിച്ച അളാപ്പോടെ ഉണ്ടല്ലോ, നമുക്ക് സ്വത്ത് കിട്ടൂല. അപ്പൊ എന്ത് ചെയ്യണം? വല്യാപ്പനെ അറക്കണം. തലേന്ന് രാത്രി, ഓപ്പറേഷന്റെ തലേന്ന് രാത്രി വല്യാപ്പനെ അറക്കണം. വല്യാപ്പ തലേന്ന് മരിച്ച് ബാപ്പ പിറ്റേന്ന് മരിച്ചാൽ കുട്ടികൾ സ്വത്ത് കിട്ടുമല്ലോ, ബാപ്പന്റെ വൈക്കന് കിട്ടുമല്ലോ. അപ്പൊ അതാണ് അതിലെ പ്രമേയം. ഇതാർക്കാ ഇത് പ്രമേയ? ഇസ്ലാമിന്റെ നിയമത്തിനെ, അനന്തരാവകാശ നിയമത്തിനെ കളിയാക്കുന്ന, പുച്ഛിക്കുന്ന ഒരു നോവലായിരുന്നു നോവൽ. ഇത് സമസ്ത കണ്ടു. പലതും വേറെ പലതും ഉണ്ട്. സ്റ്റാർ നൈറ്റ് നടത്തിയിരുന്നവര് സിനിമാ താരങ്ങളെ കൊണ്ടുവന്ന് ഫണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോട്ടൊക്കെ നടത്തിയിരുന്നു. അതിലൊക്കെ ഉപരിയായിക്കൊണ്ട് ഇതുകൂടിയും കണ്ടപ്പം ഇനിപ്പോലെ വെച്ച് പൊറപ്പിച്ചോളാം. സമസ്ത പറഞ്ഞു. സമസ്ത മുഷാവറ കൂടിയിട്ട് തീരുമാനം എടുത്തു, MES-ഉമായി ബന്ധപ്പെടാൻ പാടില്ല, മുസ്ലിങ്ങൾ ബന്ധപ്പെടരുത്, അതിന്റെ പോക്ക് ശരിയല്ല, ഇസ്ലാമിന് വിരുദ്ധമാണ്. ആ പ്രമേയം സമസ്ത മുഷാവറ പാസാക്കി. ബഹുമാനപ്പെട്ട ബാപ്പയ്ക്ക് തങ്ങൾ അതിന്റെ അതേ ഒരു കോപ്പി വാങ്ങിച്ചു. അതിന്റെ അതേ കോപ്പി, പ്രമേയത്തിന്റെ കോപ്പി, മുസ്ലിം ലീഗിന്റെ സ്റ്റേറ്റ് കൗൺസിൽ കൂടിയിട്ട് ഒരഭിപ്രായമില്ല. ബഹുമാനപ്പെട്ട CH മുഹമ്മദ് കോയ സാഹിബിനെ പോലെയുള്ള മഹാന്മാരൊക്കെ കൂടുന്ന ആ സദസ്സിൽ വെച്ചിട്ട് ഒരഭിപ്രായ വ്യത്യാസമില്ലാതെ ബാപ്പയ്ക്ക് തങ്ങൾ വായിച്ചു. എല്ലാവരും തക്ബീർ ചൊല്ലി പാസാക്കി. ഇതാണ് പൈതൃകം. നമ്മുടെ പാരമ്പര്യം അതാണ്. ബാപ്പയ്ക്ക് തങ്ങളും പിന്നെ പൂക്കോയത്തങ്ങളൊക്കെ അടങ്ങിയ സദസ്. ഇതുപോലെ പലതും ഉണ്ടായിട്ടുണ്ട്. സമസ്ത എടുത്ത തീരുമാനം അപ്പടി പാസ്സാക്കുന്നതിൽ ബാപ്പയ്ക്ക് തങ്ങളും പൂക്കോയത്തങ്ങളും മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും ഹൈദർ അലി ശിഹാബ് തങ്ങളും ഒക്കെ മുന്നിലായിരുന്നു. ഈ പൈതൃകമാണ് നമ്മുടെ പൈതൃകം. ഇത് ആ മുറ്റത്ത് ഇപ്പൊ പറഞ്ഞു കൊടുക്കേണ്ടത് ആവശ്യമാണ് എന്ന് എന്റെ സമ്മദ് സാഹിബിന് തോന്നിയത് വളരെ നല്ല കാലോചിതമാണെന്ന് മനസ്സിലാക്കുന്നത്. പക്ഷെ അത് അവർ ഉൾക്കൊണ്ടോ, ആ നിലക്കാണോ പറഞ്ഞത്, അല്ല ഇങ്ങോട്ടാണോ വെച്ചതെന്ന് അറിയില്ല. ഇപ്പോഴത്തെ തീവണ്ടിന്റെ മാതിരി ഇഞ്ചൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവില്ല, എങ്ങോട്ടും വെക്കാം. അതാണ് നമ്മുടെ അവസ്ഥ. ഇവിടെ വാഫി ഓഫിയ വിഷയത്തിൽ നമ്മൾ തീരുമാനമെടുത്തു, മുഷാവറിന്റെ തീരുമാനമെടുത്തു. വെറുതെ എടുത്തില്ല, വ്യക്തിവിരോധം അതിലില്ല. നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഇസ്ലാമിന് പോറലേൽക്കും. വാഫി ഓഫിയ വിഷയം നമ്മുടെ മുസ്ലിം ഉമ്മത്ത് ഒന്നിച്ച്, നേരത്തെ പറഞ്ഞതുപോലെ MES-ന് പിന്തുണ കൊടുത്തതുപോലെ എല്ലാവരും ഒന്നിച്ച് പിന്തുണ കൊടുക്കുക. സമസ്തയുടെ സ്ഥാപനങ്ങളാണ്, സമസ്തയുടെ പിന്തുണയോടുകൂടിയാണ് ആ സ്ഥാപനമൊക്കെ വളർന്നത്. അല്ലേ? അങ്ങനല്ലേ? നിങ്ങളൊക്കെ അതിന് പൈസ കൊടുത്തിട്ടുണ്ടാവും, വേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ടാവും, നിങ്ങളെ കുട്ടികളെ അയച്ചിട്ടുണ്ടാവും. അത് സമസ്ത അംഗീകരിച്ചൊരു സ്ഥാപനം എന്നുള്ള നിലക്കാണ് അതിൽ നമ്മളെ കുട്ടികളെ അയച്ചത്. പക്ഷെ അതിന്റെ പോക്ക്, അതിന്റെ കപ്പിത്താന് അദ്ദേഹം ഒന്ന് വളഞ്ഞ വഴിയിലൂടെയൊക്കെ പോകാൻ തുടങ്ങിയത്. ജമാഅത്തും മുജാഹിദും ഒക്കെ ബന്ധപ്പെട്ട് അവരൊക്കെ കൊണ്ടുവന്ന് ക്ലാസ് എടുപ്പിക്കും. അദ്ദേഹത്തിന് തന്നെ അതിന്റെ ആശയങ്ങൾ ഉള്ളതുപോലെയുള്ള പ്രവർത്തനങ്ങളും പ്രസംഗങ്ങളും ഒക്കെ അദ്ദേഹം നടത്തും. ഇങ്ങനെയൊക്കെ ആയപ്പോൾ സമസ്തക്ക് പരാതി കിട്ടി. സമസ്ത പരിശോധിച്ചു.
MT അബ്ദുൽ മുസ്ലിയാരുടെ നേതൃത്വത്തിന് പരിശോധന നടത്തി. ഞാനും അതിലൊരു അംഗമായിരുന്നു. പരിശോധിച്ചപ്പോൾ ശരിയാ. പലതും ചോദിച്ചപ്പം കുട്ടികളൊക്കെ പലതും പറഞ്ഞു ഇങ്ങനെ ഇവിടെയൊക്കെ നടക്കാറുണ്ട്. അതുപോലെ അവരുടെ പുസ്തകങ്ങളിൽ വരെ അവരുടെ ഭരണഘടനയിലും മാറ്റം ഉണ്ടാക്കി. സമസ്തക്ക് അവിടെ അധികാരം ഉണ്ടായിരുന്നൊക്കെ വെട്ടിമാറ്റിയിട്ട് എല്ലാ അധികാരങ്ങളും എടുത്തു കളഞ്ഞുകൊണ്ട് ഒരു സ്വതന്ത്ര സംഘടനയായിട്ട് ഇത് വിഹരിക്കാൻ തുടങ്ങി. ഇങ്ങനെയുള്ള അപകടകരമായ ഒരു സംഗതി ഉണ്ടായപ്പോൾ സമസ്തയുടെ അഡ്രസ്സിൽ ജീവിക്കുകയും സമസ്തയെ അവർക്ക് പറ്റാതാവുകയും ചെയ്യുമെന്ന് കണ്ടപ്പോഴാണ് സമസ്ത മുഷാവറ തീരുമാനിച്ചത് ഇതിന്റെ പോക്ക് ശരിയല്ല, അതുമായി ബന്ധപ്പെടരുത്. അത് ഹക്കീം ഫൈസിനെ നിർത്തിയിട്ടാണ് പറഞ്ഞത്. സ്ഥാപനം ഹക്കീം ഫൈസിൽ നിന്ന് മാറ്റി, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിലപാടിൽ നിന്ന് മാറ്റിയിട്ട് കൊണ്ടുവരണം. സ്ഥാപനം നമ്മളെ കുട്ടികളാണ് അവിടെ ഉള്ളതൊക്കെ. അതുകൊണ്ട് സ്ഥാപനം നശിക്കണം തീരുമാനിച്ചിട്ടില്ല. സ്ഥാപനം നന്നാവാൻ ഇദ്ദേഹത്തെ മാറ്റണം. പിന്നെ നമുക്ക് നന്നാക്കി നമ്മുടെ റോട്ടിൽ തന്നെ കൊണ്ടുപോകാം എന്നാണ് തീരുമാനം. അത് വളരെ വ്യക്തമായ തീരുമാനമാണ്. ആ തീരുമാനം വെച്ചപ്പോഴേ പൈതൃകത്തിന്റെ ആൾക്കാരാണ് അതിന്റെ നേതാക്കൾ. അവര് അതിനെ വേണ്ടതുപോലെ കൈക്കൊണ്ടിട്ടില്ല. അതാണ് വിഷയം ഉണ്ടായത്. പാക വിഷയം അതാണ്. നമ്മളുടെ വിഷയം കാര്യമായിട്ട് കാതിൽ അതാണ്. ഈ സമദ് സാഹിബിനോട് ഞാൻ ചോദിച്ചിരുന്നു. സമദ് സാഹിബ് ഒരു ദിവസം പ്രസംഗിച്ചു. മോനെ നമ്മളെ പല സ്ഥലത്തും പ്രസംഗിച്ചിട്ടുണ്ട്. SMFന്റെ ഒരു പരിപാടിയിൽ ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങള് എന്നോടിന്ന് രാവിലെ പറഞ്ഞതാ. നിങ്ങൾ കണ്ടുണ്ടാവും വീഡിയോ. ഇവരെ തന്നെ മധ്യസ്ഥന്മാരായി ഒരു 9 കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളാരുമല്ല, ബഹുമാനപ്പെട്ട സാദിഖ് അലി തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബും പിന്നെ നമ്മുടെ തങ്ങളും MT ഒക്കെ കൂടിയിട്ടുണ്ടാക്കിയ ഒരു തീരുമാനം. ആ തീരുമാനം 9 കാര്യങ്ങളാ. അത് ആ തീരുമാനം നമ്മളാക്കിയതല്ല, അവർ തന്നെ ഉണ്ടാക്കിയതാ. ആ തീരുമാനം അംഗീകരിപ്പിച്ച് തരാമെന്നും രണ്ടുകൂടെ സമ്മതിച്ചു. തിരക്കില്ല. അത് അംഗീകരിച്ചാൽ നമ്മൾക്ക് സംഗതി എന്താണ് നല്ല നിലക്ക് പോകാന്നുള്ള നിലക്ക്. അതിൽ സമസ്തക്കുള്ള പല അധികാരങ്ങളൊക്കെ നിലനിർത്തുക. അവിടെ പുസ്തകങ്ങൾ പരിശോധിച്ചിട്ട് വിധേയ പ്രസ്ഥാനക്കാരുടെ ആശയങ്ങളുള്ള പുസ്തകങ്ങളൊക്കെ മാറ്റുക. സമസ്ത പണ്ഡിതന്മാരെന്ന് കുറച്ച് ആൾക്കാർ CICയിൽ പങ്കാളിയാക്കുക തുടങ്ങിയ ചില കാര്യങ്ങളാണ്. ശുദ്ധിയാക്കാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങൾ. അതൊക്കെ കുഞ്ഞാലിക്കുട്ടി സാഹിബും പിന്നെ സാദിഖ് അലി ശിഹാബ് തങ്ങളും നമ്മളെ ജിഫിരി തങ്ങളും MT അബ്ദുൽ മുസ്ലിയാരും കൊയ്യോട് ഉമ്മർ മുസ്ലിയാരും ഒക്കെ കൂടിയ സഭയാണ് തീരുമാനിച്ചത്. അവര് തീരുമാനിച്ച പിന്നെ നടപ്പാക്കണ്ടേ. CICന്റെ പ്രസിഡന്റ് സാദിഖ് അലി തങ്ങളാണ്. അത് നടപ്പാക്കും. അപ്പൊ സമദ് സാഹിബ് പ്രസംഗിച്ചു. ഇന്ന് രാവിലെ ഞാൻ സാദിഖ് അലി തങ്ങളെ കണ്ടിരുന്നു. ആ പ്രസംഗിക്കുന്ന രാവിലെ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഈ 9 കാര്യം ഞാൻ CICയെ കൊണ്ട് അംഗീകരിപ്പിക്കും, ഇല്ലെങ്കിൽ സാദിഖ് അതിലുണ്ടാവൂല, ആ CICയിൽ ഉണ്ടാവൂല എന്ന് പറഞ്ഞത്. ആ വീഡിയോ എപ്പോഴും കാണാൻ നിങ്ങൾക്ക്. അത് ആ മുറ്റത്തൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. ആ മുറ്റത്ത് അതായിരുന്നു പറയേണ്ടിരുന്നത്. എന്തേ സാദിഖ് നിങ്ങൾ എന്നോട് പറഞ്ഞതല്ലേ, നിങ്ങൾ എന്നോടൊരു വാക്കങ്ങനെ പറഞ്ഞിരുന്നല്ലോ, അത് നിങ്ങൾ പാലിക്കണ്ടേ. എല്ലാ നിലക്കും പാലിക്കണ്ടേ. നമ്മളൊരു മുസ്ലിം, സാധാരണ മുസ്ലിം ആണെങ്കിൽ തന്നെ ഒരു വാക്ക് പറഞ്ഞാൽ പാലിക്കണമല്ലോ. ഔഫു ബിൽ ഉഹൂദ് എന്നല്ലേ, കരാർ പാലിക്കണം എന്നല്ലേ. അതില്ല. അത് പാലിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു വിഷയമില്ല. പൈതൃകത്തിന് എതിരായിക്കൊണ്ട് ഇവിടെ ആരാ പ്രവർത്തിക്കുന്നത്? സമസ്ത എന്ന് പറയുന്നത് നമ്മുടെ ദീനാണ്, മറ്റത് രാഷ്ട്രീയമാണ്. ദീനും രാഷ്ട്രീയവും തമ്മിൽ ഏറ്റുമുട്ടിയാൽ നമുക്ക് അതേതാ വേണ്ടത്? ദീനാ വേണ്ടത്. അതാണ് മോമിൻ മനസ്സിലാക്കുക. മോമിനിയങ്ങൾ അതാ കൈകാര്യം ചെയ്യേണ്ടത്. അതില്ലാതെ പോവുകയും എന്നിട്ട് പൈതൃകം എന്ന് പറഞ്ഞൊരു പേര് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് കാര്യമുണ്ടോ? ഇതുപോലെ പല സംഗതിയും അങ്ങനെ തന്നെയാണ്. ഇതൊരു വിഷയമൊന്നുമല്ല. നമ്മളെ പരസ്യമായി എതിർത്തുകൊണ്ടിരിക്കല്ലേ. നമ്മള് സമ്മേളനത്തിന് ബഹുമാനപ്പെട്ട തങ്ങളുടെ ഒരു ജാഥ, ജിഫിരി തങ്ങളുടെ ഒരു ജാഥ, അത് വളരെ മാന്യമായിട്ട് അത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ബഹുമാനപ്പെട്ട സാദിഖ് അലി തങ്ങൾ വെച്ചു.
മറ്റേ വേറെ ദേശീയ നേതാവാരാണ്? ഖാദർ മൊയ്തീൻ അല്ലേ? ഖാദർ മൊയ്തീനല്ലേ? ഖാദർ മൊയ്തീന് പങ്കെടുക്കുന്ന കന്യാകുമാരിയിൽ തുടങ്ങുന്നൊക്കെ പറഞ്ഞ് വളരെ അവർക്ക് ക്ഷണിച്ച് സ്വീകരിച്ചു. രണ്ടാളും വന്നില്ല. രണ്ടാളും വന്നില്ല. ഈ കേരള അന്തരീക്ഷത്തിൽ പരാജയപ്പെടുമല്ലോ. അങ്ങനെയുള്ള വെപ്പ് ജാഥ പരാജയപ്പെടും. പാണക്കാട് തങ്ങൾ വെലങ്ങത്തിൽ നിന്നാല് പിന്നെ നേതാവ് ഖാദർ മൊയ്തീൻ വെലങ്ങത്തിൽ നിന്നാൽ പിന്നെ യാതിന്റെ കാര്യം അത് മയ്യത്തായത് തന്നെ. എന്നാ പിന്നെ ജാഥ കണ്ട് വന്നു നോക്കുമ്പോ കുടുങ്ങിയല്ലോ, പെറ്റിച്ചല്ലോ, കയ്യിൽ നിന്ന് വിട്ടുപോകല്ലത് എന്ന് തോന്നി. അതാണ് ഉണ്ടായത്. പിന്നെ ഞാൻ പറയില്ല, നിങ്ങൾ മനസ്സിലാക്കാം. അങ്ങനെ ആ ജാഥ ഒരു ഭയങ്കര സംഭവമായി. അതുപോലെ രസം കോൺഗ്രസ്സുകാർ എല്ലായിടത്തും പങ്കെടുത്തു. മുന്നണിയുള്ള കോൺഗ്രസ്സുകാര് മത്സരിച്ച് പങ്കെടുത്തു. രമേശ് ചെന്നിത്തല 2 സ്ഥലത്ത് പങ്കെടുത്തു, സതീശൻ വേറെ സ്ഥലത്ത് പങ്കെടുത്തു. ഇങ്ങനെ എല്ലാവരും ഉദ്ഘാടനം ചെയ്തു. അങ്ങനെയുള്ള ഒരു ജാഥയായിരുന്നു ആ ജാഥ. അപ്പം പിന്നെ എന്തൊക്കെ ആക്കിയിട്ടോ കൂടി എല്ലാവരും പിന്നെ കൂടി. അൽഹംദുലില്ലാഹ്, അതാണ് അള്ളാഹുവിന്റെ സഹായം എന്ന് പറയുന്നത്. ഇനി സമ്മേളനം വരാനുണ്ട്. നമ്മൾ തഹിയ ഫണ്ട് വെച്ചു. തഹിയ ഫണ്ട് എന്താ ഉണ്ടായത്? തഹിയ ഫണ്ട് നമ്മൾ വിചാരിച്ചാലും കൂടുതൽ വന്നിട്ടുണ്ട്. അത് പിരിക്കരുതെന്ന് നമ്മളെ ചില മൗലവിമാരെ ചില കമ്മിറ്റിക്കാരൊക്കെ നിർബന്ധിച്ചിരുന്നു. അത് പറയണ്ട, പിരിക്കണ്ട. അവിടെയും പിരിച്ചു, അവിടെ അല്ലെങ്കിൽ എല്ലായിടത്തും പിരിഞ്ഞു. നമുക്ക് എന്താ അൽഹംദുലില്ലാഹ്. അപ്പൊ പരസ്യമായിട്ട് എതിർക്കാണ്. ഇതൊക്കെ നമ്മൾ കാണുന്നു, ആൾക്കാർ എതിർക്കുന്നത്. ഇത് എവിടുന്ന് വരുന്ന ഈ എതിർപ്പ്? ഇത് ആരാ ഉത്തരവാദി? നമുക്കൊരു പത്രമുണ്ട്, സുപ്രഭാതം. നമ്മുടെ സമസ്തന്റെ നേതാക്കൾ ഉണ്ടാക്കിയതാ. ഈ വിരുദ്ധങ്ങളൊക്കെ വരുന്നതിന് മുമ്പുള്ള നേതാക്കൾ ഉണ്ടാക്കിയതാ. ആ പത്രം ഉണ്ടായത് കൊണ്ടിട്ട് നമുക്കൊരുപാട് മൈലേജ് ഉണ്ടാക്കാത്തൊരു സംശയമില്ല. ആ പത്രം ഒരു ജനകീയ പത്രമാക്കിയിട്ട് രൂപീകരിക്കണം തന്നെയാണ് നേതാക്കൾ അത് ഉണ്ടാക്കിയ സമയത്ത് തന്നെ ഉദ്ദേശിച്ചതും അത് ആ നിലക്കാണ് നടന്നു വരുന്നതും. ഒരു പക്ഷമില്ലാതെ നിഷ്പക്ഷ വാർത്തകൾ കൊടുക്കണം എന്നുള്ള നിലക്കാണ്. അപ്പൊ അതിൽ പല വാർത്തകളും വരും. ഭരിക്കുന്നവരെ സംബന്ധിച്ച് നല്ലത് വരും, അവരുടെ പരസ്യങ്ങൾ വരും, ഇടതുപക്ഷത്തിൻ്റെത് വരും, വലതുപക്ഷത്തിന് വെറുപ്പ് വരും. ഇത് ഞങ്ങളുടെ മാത്രമേ വരാൻ പാടുള്ളൂ, മറ്റേ വരാൻ പാടില്ല എന്ന് പറയാന് അത് പറ്റൂലല്ലോ. അത് പറ്റും? അങ്ങനെ ഒരു സ്വഭാവം പറ്റുമോ? ഈ രാജ്യത്തെ ഒരു സ്വതന്ത്ര, ഒരു നിഷ്പക്ഷമായ ഒരു പത്രം എന്ന നിലക്ക് അത് പ്രവർത്തിക്കുന്നു. അതില് ഇന്ന് ഭരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ പരസ്യം വരാൻ പാടില്ല. അത്രേ പരസ്യം വന്നാൽ കത്തിക്കും പേപ്പർ. പരസ്യം വന്നാൽ പത്രം കത്തിച്ചു. ഇതാണ്. അതിന് വരിക്കാരെ ചേർക്കുന്നതും അത് പ്രചരിപ്പിക്കുന്നതും നമ്മുടെ ഉസ്താദന്മാരും മുഅല്ലിമീങ്ങളാണ്, പാവപ്പെട്ട മുഅല്ലിമീങ്ങളാണ്. ആ മുഅല്ലിമീങ്ങൾ വീടാന്തരം കയറിക്കൊണ്ട് അതിന് വരിക്കാരെ ചേർക്കുന്നതിന്റെ ക്യാമ്പയിൻ കാലത്ത് മുസ്ലിംമാരെ നിനക്കുള്ള ഭീഷണി, അവിടെ നിങ്ങളെ ഇറങ്ങരുത്, നമ്മൾ പിരിച്ചുവിടും. ചിലരൊക്കെ പിരിച്ചു വിട്ടിട്ടുണ്ട്. എന്തിനാ അതൊക്കെ ചെയ്യുന്നത്? ആരോടത് കളിക്കുന്നത്? എന്താ പത്രത്തിന് കുഴപ്പം? അത് ഉണ്ടാക്കിയവർക്ക് എന്തോ കുഴപ്പമുണ്ടോ? ഇപ്പൊ നടത്തുന്നതിലുള്ള കുഴപ്പമുണ്ടോ? ഇതൊക്കെ ഒന്ന് ആലോചിക്കേണ്ട സംഗതിയാണ്. ഇങ്ങനെയുള്ള പല സംഗതികളും ആരോടാണ് ഈ എതിർപ്പൊക്കെ നടത്തുന്നത്? എന്നിട്ട് അത് കൂട്ടം കൂടിക്കൊണ്ടിട്ട് അതിന് നമ്മളെ കൂട്ടത്തിൽ ഉള്ള ആൾക്കാരെന്ന് പറയുന്ന കുറച്ച് ആൾക്കാരാണ്. ലീഗുകാർ ഞങ്ങൾക്ക് കുറ്റം പറയുന്നില്ല. ലീഗുകാർ അവരുടെ പാർട്ടിയും നയങ്ങളുമായിട്ട് ഇങ്ങനെ പോകും, പല പാർട്ടിക്കാരുമാതിരി തന്നെ. അതിലേറ്റവും വലിയ കുറ്റവാളികള് ഈ പൈതൃകമൊക്കെ വെച്ചിട്ട് പ്രസംഗിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ ഇപ്പൊ പറഞ്ഞ്, അവരാണ് അന്തമില്ലാത്തവര്. അവര് സമസ്തക്കാരാണത്രേ. എന്നിട്ട് ഈ വിഷയങ്ങളിലൊക്കെ ആ നിലക്കുള്ള നിലപാടുകൾ സ്വീകരിക്കുകയും പ്രോത്സാഹനം നൽകുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ദുരന്തം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, അവരോട് അടക്കം പറയാറുണ്ട്, യോഗം കൂടാൻ യോഗത്തിൽ പറയും, നമ്മൾ അവരെ തീരുമാനിച്ചു വെച്ച തീരുമാനം ഒറ്റക്കെട്ടായിട്ട് പാണക്കാട് പോയി പറഞ്ഞാൽ അവരത് സ്വീകരിക്കല്ലോ എന്ന് പറയാറുണ്ട്. അതിനാരും കൂടുന്നില്ല. അവരെടുത്ത തീരുമാനം, നമ്മളുണ്ടാക്കിയ തീരുമാനം അവരെ അടിച്ചേൽപ്പിക്കല്ലോ. അവരുണ്ടാക്കിയ തീരുമാനം, ആ തീരുമാനം നിങ്ങൾ നടപ്പാക്കേണ്ടത് നിങ്ങൾക്കൊരു ധാർമ്മിക ഉത്തരവാദിത്തല്ലേ എന്ന് അവരോട് ചോദിച്ചാൽ അവർ ഉത്തരം മുട്ടൂലേ?
അവർ പുറത്തിറങ്ങി നടക്കാൻ കഴിയോ? ഇതാണ്. അതുകൊണ്ട് ബാപ്പയ്ക്ക് തങ്ങളുടെയും പൂക്കോയ തങ്ങളുടെയും മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെയും ഹൈദർ അലി ശിഹാബ് തങ്ങളുടെയും പൈതൃകവും പാരമ്പര്യവും പറഞ്ഞുകൊണ്ട് സമസ്തയെ പഠിപ്പിക്കണ്ട. ആ പാരമ്പര്യം തന്നെയാണ് സമസ്തയുടെ പാരമ്പര്യം. അവർക്കുള്ള ആ പാരമ്പര്യം പഠിപ്പിച്ചത് സമസ്തയാണ്, അവർ ഉൾക്കൊണ്ടത് സമസ്തയാണ്, അതുകൊണ്ടുണ്ടായതാണ്. അത് ഇല്ലാതെ ആരെങ്കിലും ഇപ്പൊണ്ടെങ്കിൽ, ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല, അങ്ങനെ ആരെങ്കിലും ഉണ്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരാണത് മാറ്റേണ്ടത് എന്നുള്ളതാണ്. അവരത് മാറ്റിയിട്ട് നല്ല വഴിക്ക് വന്നാൽ ഒരു പ്രശ്നവുമില്ല. അഹ്ലു ബൈത്തിനെ ബഹുമാനിക്കണം നമ്മൾ പറയില്ല. പൈസ കൊടുക്കി ഇവർക്ക് കെട്ടാ, നല്ല ഒരുപാട് ചെലവുണ്ടാവും. പറയും എല്ലാവരും കയ്യിൽ നന്നായി കൊടുക്കി. പിന്നെ നമ്മൾ പറയുന്നില്ല, അഹ്ലു ബൈത്തിനെ ബഹുമാനിക്കാൻ പഠിപ്പിച്ചത് സമസ്തയാണ്, സുന്നികളാണ്. വഹാബികൾ അഹ്ലു ബൈത്ത് ഇല്ല എന്ന് പറയുന്നവരാ, അത് മുറിഞ്ഞു പോയിട്ടുണ്ട്. അവരെ കൂട്ടുപിടിക്കരുത് തങ്ങളെ നമ്മൾ തങ്ങന്മാരോട് പറയുന്നത്. അവരെ കൂട്ടുപിടിച്ചാൽ നിങ്ങൾ ഇരിക്കുന്ന മരത്തിന്റെ കൊമ്പ് നിങ്ങൾ മുറിക്കലാകും, വീഴും. വഹാബി മൗദൂദികളെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള പ്രവർത്തനം ഈ പറഞ്ഞ മഹാന്മാരൊന്നും ഒരു വഹാബികളുടെ യോഗത്തിനോ പരിപാടികൾക്കോ പോയിട്ടില്ല, അതിന് പ്രോത്സാഹനം നൽകിയിട്ടുമില്ല. ബാബി തങ്ങളും പൂക്കോയ തങ്ങളും ഒക്കെ ശക്തമായിട്ട് എതിർത്തത് വഹാബികളും മൗദൂദികളും തന്നെയാണ്. രാഷ്ട്രീയം എന്ന നിലക്ക് മുസ്ലിം ലീഗിൽ അവരുണ്ടാവുന്നത് അത് ഈ രാജ്യത്തിന്റെ ഒരു സ്വാതന്ത്ര്യമാണ്. അതിന് നമ്മളും എതിർത്തിട്ടില്ല. ആ രാഷ്ട്രീയത്തിലുണ്ടെങ്കിൽ ഒരു വോട്ട് എവിടെന്നെങ്കിലും ഒക്കെ കിട്ടിയാതല്ല വേണ്ടത്. പക്ഷേ അത് വഹാബികൾ മൗദൂദികളെ സംബന്ധിച്ചുള്ള അതും പാടില്ല. കാരണം മൗദൂദികളെ ഈ രംഗത്തിറക്കാൻ പാടില്ല. അവർക്ക് നമ്മള് ബിദഈ പ്രസ്ഥാനത്തിന് അതിന് പുറമെ ഈ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായ നിലപാടുകൾ ഉണ്ടെന്നത് കൊണ്ട് എല്ലാവരും അതിന് വെറുക്കുന്ന സാധനമാണ്. അതങ്ങനെ ഏതായിരുന്നാലും ഇന്ന് നമ്മൾ ഈ പറയുന്ന ബഹുമാനിക്കുന്ന ആൾക്കാർ അവരൊക്കെ അതിന് പിന്തിരിയണമെന്ന് നമുക്ക് പറയാനുള്ളത്. സമസ്തയുടെ തീരുമാനമാണ്. അവരുമായിട്ടൊരു സഹകരണവും പാടില്ല. തെർക്കുൽ മുവാലാത്തുണ്ട്, അവരുമായിട്ടൊരു സഹകരണവും പാടില്ല. കെട്ടാൻ പാടില്ല, കെട്ടിക്കാൻ പാടില്ല, സലാം പറയാൻ പാടില്ല, മയ്യത്ത് കേൾക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ബുക്കിലൊക്കെ പഠിപ്പിച്ചിരുന്നു. അതൊക്കെ അത് നമ്മളെ ബുക്കിൽ മാത്രമല്ല, നമ്മൾ മഹാന്മാർ നമ്മൾ പഠിപ്പിച്ചത് നമ്മൾ ബുക്കിൽ എഴുതിയെന്നേ ഉള്ളൂ. ഇത് നിലനിൽക്കണമല്ലോ, ഇത് നിലനിൽക്കാതെ പരസ്യമായതിനെ ലംഘിച്ചുകൊണ്ട് വെല്ലുവിളി പോലെ അവരെ സമ്മേളനം, അവരെ ബൈത്ത് സക്കാത്ത്, ജമാഅത്തെ ഇസ്ലാമിന്റെ ഒരു ബൈത്ത് സക്കാത്ത് ഉണ്ട്, അത് ഉദ്ഘാടനം ചെയ്തത് ഈ ബഹുമാനപ്പെട്ട കുടുംബത്തിൽ നിന്ന് ഒരാളാണ്. നമുക്ക് അറിയാം എന്താ ഈ ബൈത്ത് സക്കാത്ത് എന്ന് പറഞ്ഞാൽ. നടന്നില്ല. അതെ, അതൊക്കെ ഏറ്റിങ്ങനെ പ്രചരിപ്പിച്ച് നമ്മൾ ഒച്ചപ്പാടുണ്ടാക്കുമ്പോൾ നടന്നില്ല എന്നുള്ളതാണ്. എന്തായാലും തിരക്കിടില്ല എന്നുള്ളൊരു അവസ്ഥയാണ്. ഈ നിലക്ക് നമ്മൾ സമസ്ത പറയുന്നിടത്ത് എല്ലാവരും നിൽക്കുക, നമ്മൾ ഉമറാക്കൾ നിൽക്കുക. സമസ്ത നമ്മുടെ ദീനാണ്, അത് വൃത്തി വേണം, എന്നാലേ ബാക്കിയുള്ളതൊക്കെ വൃത്തിയാവുള്ളൂ. അത് വിട്ട് കളിക്കാൻ പാടില്ല. നമ്മളൊരു വാക്ക് പറഞ്ഞ് അത് പാലിക്കണം. നമ്മൾ സത്യം പറയാവൂ. നമ്മൾ പിന്നെ എല്ലാവരോടും വളരെ സൗഹൃദത്തിൽ തന്നെ ഈ ഒരു മതേതര രാഷ്ട്രം എന്ന നിലയ്ക്ക് സൗഹൃദത്തിൽ നടക്കണം എന്നുള്ള കാര്യത്തിലൊക്കെ നമ്മൾ ഒന്നാണ്. ആ കാര്യത്തിനും അഭിപ്രായപ്പെടില്ല. അതേ അവസരത്തിൽ നമ്മളെ അഖീദയും ദീനും അത് വിട്ട് കളിക്കാൻ പാടില്ല. അത് വിട്ട് കളിക്കാത്ത ഒരു നിലപാടിൽ കൂടി നമുക്ക് മുന്നോട്ട് പോകണം. അള്ളാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇനി ഇവിടെ പ്രസംഗിക്കാൻ ആളുള്ളത് കൊണ്ട് ഞാൻ കൂടുതൽ പ്രസംഗിക്കുന്നില്ല. ഇനി കുറച്ച് ക്ഷീണമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആരോട് നമുക്ക് വിരോധമല്ല, എല്ലാവരും നന്നാവണം. എല്ലാവരും CIC ഞാൻ പറഞ്ഞു, CICയിലെ ഹക്കീം ഫൈസി അദ്ദേഹം നല്ലൊരു പണ്ഡിതനാണ്. അദ്ദേഹത്തെയും നമുക്ക് നന്നാക്കി തിരിച്ചെടുത്തുകൊണ്ട് വന്ന് നമ്മുടെ കൂട്ടത്തിൽ കൂട്ടിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം എന്നുള്ള അഭിപ്രായമാണ്. അയാളൊരു വിദ്വേഷം നമുക്കില്ല. അദ്ദേഹത്തിന് ചില പേച്ച ചിന്താഗതികളുണ്ട്, അത് മാറ്റിട്ട് വന്നാൽ ആ നിലക്ക് നമുക്ക് എന്താക്കാം, മുന്നോട്ട് പോകാമെന്നുള്ളതാണ്. പിന്നെ ചിലരൊക്കെ ഉണ്ട് തങ്ങന്മാരെ പോലീസ് പഠിപ്പിക്കുന്നവര്, നമ്മളെ പഠിപ്പിക്കുന്നവര്. അവരൊക്കെ ആരായിരുന്നു അറിയോ? അവര് പലരും പൂക്കോയത്തങ്ങളുടെയും ബാപ്പ തങ്ങളുടെയും അവതങ്ങളൊപ്പാത്ത അതിന് പൂക്കോയത്തങ്ങളുടെ തലയിൽ 5008 മുളപ്പിച്ചവരാ. കേട്ടിട്ടുണ്ടോ? മുദ്രവായും കേട്ടിട്ടുണ്ടോ? 5008 മുളപ്പിക്കുന്ന അറിയുന്നു.
അന്ന് അവരൊരു വിമത ലീഗ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ ചെയ്തതാ. മുദ്രാവാക്യം വിളിച്ചായിരുന്നു കമ്മ്യൂണിസ്റ്റുകാരെ കൂടെ കൂടിയിട്ട്. അവരാണ് ഉമ്മർ ഫൈസിനൊക്കെ ഇപ്പം തങ്ങന്മാരെ പോലീസ് പഠിപ്പിക്കാൻ വരുന്നത്. അന്ന് നമ്മൾ തങ്ങന്മാരുടെ കൂടെ തന്നെയായിരുന്നു. തങ്ങന്മാരെ പോലീസ് ഞാൻ പറയില്ല, അവരെ കൗലിയാക്കളെന്ന് പറഞ്ഞ് നടക്കുന്നവരായിരുന്നു. ഈ നിലക്ക് കോലം മാറിയവർ ഇപ്പൊ നമ്മളെ ആ കൂട്ടത്തിലൊക്കെ ഉള്ള നമ്മളെ ഇവരെ കൂട്ടിക്കൊണ്ട് നടക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അതാണ് പറയാനുള്ളത്. അങ്ങനെ വ്യക്തിപരമായിട്ട് ഞാൻ ആരെയും ആക്ഷേപിക്കുന്നില്ല. അള്ളാഹു തആല അവർക്കൊക്കെ ഹിദായത്ത് കൊടുക്കട്ടെ എന്ന് പറയാനുള്ളൂ. ഈ സമസ്തയുടെ തീരുമാനത്തോട് കൂടെ നിൽക്കുക എന്നുള്ള ആ പാരമ്പര്യവും പൈതൃകവും അത് നിലനിർത്താൻ ലീഗിന്റെ നേതൃത്വം തയ്യാറാവണം. ലീഗിലെ വഹാബികൾ വരെ സമസ്ത പറയുന്നതിനൊരു എതിരും പറഞ്ഞിട്ടില്ല. സമസ്തയുടെ തീരുമാനത്തെ എതിർത്തിട്ടില്ല. അങ്ങനെ ഉദാഹരണത്തിന് പെണ്ണുങ്ങളെ സംവരണം വന്ന സമയത്ത് സമസ്തയോട് ലീഗ് എഴുതി ചോദിച്ചിട്ടുണ്ട്. സംവരണം പെണ്ണുങ്ങൾക്ക് 30% സംവരണം വന്നാല് അവിടെ നമ്മളെ പെണ്ണുങ്ങൾക്ക് മത്സരിച്ചുകൂടെങ്കിൽ ഭരണമൊക്കെ മറ്റോര് കൊണ്ടുപോകുമല്ലോ, നമുക്ക് ഭരിക്കുന്ന ഭരണത്തിൽ പങ്കാളിത്തം ഉണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞപ്പം ബഹുമാനപ്പെട്ട സമദാനി സാഹിബാണ് ഉണ്ടാക്കിയത്. ആ ഒരു പ്രമേയം നമ്മളെ സമസ്തയിൽ കൊണ്ടുവന്നത്. അതിന് വളരെ ആലോചിച്ച് മുഷാവറ ഒരു നിർവൃത്തിന്റെ നിലക്ക് വളരെ നിബന്ധനയോട് മത്സരിക്കാൻ, ഒരു പെണ്ണെന്ന നിലക്ക് എന്തൊക്കെ അച്ചടക്കം വേണോ ആ നിലക്കൊക്കെ മത്സരിക്കാമെന്നുള്ളൊരു അനുമതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ സമസ്ത ഒരു തീരുമാനം എടുക്കും വളരെ ആലോചിച്ച് വളരെ ശ്രദ്ധിച്ച് തെറ്റുകളും കുറ്റങ്ങളും കൂടാത്ത നിലക്കുള്ള പരിപാടികളാണ് നടപ്പാക്കുക. അതിലൊരു സംശയമില്ല. ആരെയും കണക്കിലെടുത്തുകൊണ്ട് ഒരു വിവേചനം കാണിക്കാത്ത രൂപത്തിലാണ് സമസ്ത ചെയ്യാറുള്ളത്. ഇതാണ് മനസ്സിലാക്കാനുള്ളത്. അതുപോലെ തന്നെ ആർക്ക് മഹത്തുണ്ടെങ്കിലും ബൈത്തിന് മഹത്തുണ്ടെങ്കിലും ആള് നന്നാവണം, സലാഹിയത്ത് വേണം. സലാഹിയത്ത് ഇല്ലാത്തവരില്ല. നമ്മൾ അബൂലഹബിന്റെ കഥ നമ്മൾ പറയല്ലേ, അബൂലഹബ് നബിന്റെ മുത്താപ്പല്ലേ. ഫിർഔനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ പിന്നെ അബൂജഹലിനെ സംബന്ധിച്ചോ ഒന്നും ഖുർആനിൽ ഒരു സൂറത്ത് ഇറങ്ങിയില്ല. അബൂലഹബിനെ കുറിച്ച് ആ സൂറത്ത് ഇറങ്ങി, തബ്ബത് യദാ അബീ ലഹബ് എന്ന് പറഞ്ഞിട്ട് നശിച്ചവനാണ്, നരകത്തിലാണ്, ഓൻ്റെ പെണ്ണും ഒക്കെ നരകത്തിലാണെന്ന് ആ തബ്ബത് യദാ അബീയിൽ പറയുന്നത്. ആരാണത്? റസൂലുള്ളാഹിന്റെ മുത്താപ്പയാണ്. എന്തുകൊണ്ട്? സലാഹിയത്തില്ല, അയച്ചു പോയി. തങ്ങളെ മുത്താപ്പയല്ലേ, അങ്ങനെ പറയരുത് പഠിച്ചാലും നമുക്ക് പറയായിരുന്നോ? പറയാൻ പറ്റൂല. അതാണ് നമ്മളെ പഠിപ്പിച്ചത്. വൈദിബ്തല ഇബ്രാഹിം റബ്ബുഹു ബികലിമാത്തിൻ ഫഅതമ്മഹുന്ന ഖാല ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ ഖാല മിൻ ദുരിയത്തി ഖാല ലാ യനാലു അഹദിൽ ളാലിമീൻ. ഇബ്രാഹിം നബിനെ അല്ലാഹു തആല ഒരുപാട് തീക്ഷ്ണമായ പരീക്ഷണങ്ങൾക്ക് വിധേയാക്കിയിട്ടുണ്ട്. കുട്ടിയുണ്ടായി, കുട്ടീനെ അറക്കാൻ പറഞ്ഞു, തീയിലിട്ടു. അങ്ങനെ ഒരുപാട് തിക്തമായ അനുഭവങ്ങൾ ഇബ്രാഹിം നബിക്ക് ഉണ്ടായിട്ടുണ്ട്. ആ ഇബ്രാഹിം ആ പരീക്ഷണമൊക്കെ വിജയിച്ചു. ഫഅതമ്മഹുന്ന അതൊക്കെ വിജയിച്ചു. ആ പരീക്ഷണങ്ങളൊക്കെ വിജയിച്ചു. അതിനുശേഷം അദ്ദേഹം അള്ളാഹിനോട് പറഞ്ഞു, കാല ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ. ആ പരീക്ഷണമൊക്കെ വിജയിച്ചു. അല്ലാഹു തആല പറഞ്ഞു, ഇബ്രാഹിമെ, നിന്നെ ഞാൻ ലോകത്തിന് ഇമാമാക്കാൻ, ലോക ജനതയ്ക്ക് ഇമാമാക്കാണ്. കാരണം അത്ര തീക്ഷ്ണമായ പരീക്ഷണം കൊണ്ട് വിജയിച്ച ആളാണല്ലോ, അതുകൊണ്ട് ഞാനാക്കുകയാണെന്ന് പറഞ്ഞു. അപ്പൊ ഇബ്രാഹിം നബിക്ക് ഒരു ആശയം കൂടി ഉണ്ടായി, ഇന്നെ മാത്രമാക്കിയാൽ പോരാ, ഖാല മിൻ ദുരിയത്തി, എന്റെ കുട്ടികളെയൊന്നും അങ്ങനെ കുറെ ആളാക്കണം എന്ന് പറഞ്ഞു. എന്റെ സന്താനങ്ങളിൽ നിന്ന് പരമ്പരയിൽ നിന്ന് എന്താക്കണം, കുറച്ച് ആൾക്കാരാക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അല്ലാഹു തആല മറുപടി പറഞ്ഞു, ഖാല ലാ യനാലു അഹദിൽ ളാലിമീൻ. അത് സന്താനങ്ങളിൽ ളാലിമീങ്ങൾ ഉണ്ടെങ്കിൽ ഓൽക്ക് കിട്ടൂല. പയച്ചവരുണ്ടെങ്കിൽ, നമ്മുടെ പൈതൃകം കാത്തു സൂക്ഷിക്കാത്തവരുണ്ടെങ്കിൽ അവർക്ക് കിട്ടൂല എന്ന് പറഞ്ഞു. ഇങ്ങനെ ഖുർആനിൽ ഒരുപാട് തെളിവുകൾ നമുക്കുണ്ട്. നൂഹ് നബിന്റെ മകനെ സംബന്ധിച്ച്, നൂഹ് നബി വെള്ളപ്പൊക്കം ആയപ്പോ മകനോട് പറഞ്ഞു, യാ ബനിയർക്കും മഅന, കപ്പലിൽ കാര്യക്കും മോനെ എന്ന് പറഞ്ഞു. വേണ്ട, ഞാൻ ആ മലയെ കാര്യമായിട്ട് ഞാൻ രക്ഷപ്പെട്ടോളാം, നിങ്ങൾ കപ്പലിൽ ഞാനില്ലാന്ന് പറഞ്ഞു. കന്ന എന്ന് പറഞ്ഞു മകന്. പറഞ്ഞുകൊണ്ടിരിക്കുമ്പം വക്കാന മിനൽ മുഗ്റഖീൻ, അവന് ചത്തുപോയി, മുങ്ങി ചത്തുപോയി. നൂഹ് നബിന്റെ മകനായത് കൊണ്ട് അയാൾക്ക് രക്ഷയൊന്നും കിട്ടിയില്ല. ഇബ്രാഹിം നബിന്റെ ബാപ്പ ആയതുകൊണ്ട് അദ്ദേഹത്തിന് രക്ഷ കിട്ടിയില്ല. അദ്ദേഹം ബിംബം ഉണ്ടാക്കുന്ന ആളായിരുന്നു. ഇങ്ങനെയൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ദീൻ എന്ന് പറയുന്നത് ഒരു ചിട്ടയുണ്ട്. ആ ചിട്ടയിൽ ജീവിക്കുന്നവർക്കാണ് മഹത്വമുള്ളത്. അല്ലാതെ നമ്മളെ ബോഡിക്കൊന്നും ഒരു മഹത്വമില്ല. ബോഡി എല്ലാവരും ഒരുവണ്ണം തന്നെയാണ്. പക്ഷെ അതിൽ ദീനുണ്ടോ? ദീനുണ്ടെങ്കിൽ ഉന്നതനാണ്, ദീനില്ലെങ്കിൽ മോശമാണ് ആള് എന്നുള്ളതാണ്. അത് മനസ്സിലാക്കുക. അല്ലാതെ
അങ്ങനെ ഒരു സങ്കല്പം ഒരു 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 വീട്ടിൽ ഒരു സംഗതിയിൽ എന്താക്കുക വലിയൊരു മഹത്വം എന്ന് പറഞ്ഞാൽ മഹത്വം ഉണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കിൽ കളഞ്ഞാൽ കളിഞ്ഞു തന്നെ. അത് മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കട്ടെ. പാണക്കാട് കുടുംബം എന്ന് പറഞ്ഞാൽ വലിയൊരു കുടുംബമാണ്. നമ്മളൊക്കെ ബഹുമാനിക്കേണ്ട കുടുംബമാണ്. അത് മുസ്ലിം കേരളത്തിന്റെ ഒരു തണലാണ് പാണക്കാട്. ആ തണൽ വേണം നമുക്ക് ഇൻഷാ അല്ലാഹ്. അള്ളാഹു തആല ആ നിലക്ക് അതിനെ നിലനിർത്താനുള്ള ഒരു തൗഫീഖ് അവർക്കും നമുക്കൊക്കെ അള്ളാഹു തആല തെരുമാറാവട്ടെ.